മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഷ്വേൻസ്റ്റാട്ട് കുടുംബാംഗങ്ങളെ, ഈ വർഷം ജൂബിലി വർഷമാണ്. 1950 ബ്രസീലിലുള്ള സാന്താ മരിയയിൽ, അവിടെയുള്ള ഷ്വേൻസ്റ്റാട്ട് കപ്പേളയിൽ നിന്നും ഇന്ന് ദൈവദാസനായിരിക്കുന്ന ഡീക്കൻ ലൂയിസ് പൊസബോൺ ആ കപ്പേളയിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ രൂപവുമായി കുടുംബങ്ങളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക്, ആശുപത്രികളിലേക്ക് തീർത്ഥാടനം ആരംഭിക്കുകയുണ്ടായി. ആ തീർത്ഥാടനം ആരംഭിച്ചിട്ട് 2025 ഈ വർഷത്തിൽ, ഈ ജൂബിലി വർഷത്തിൽ 75 വർഷം പൂർത്തിയാകുകയാണ്. പരിശുദ്ധമ്മ ഇതിനോടൊപ്പം പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, ഏകദേശം 121 രാജ്യങ്ങളിൽ ഇപ്പോൾ തീർത്ഥാടകയായി തൻ്റെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എലിസബത്തിനെ സന്ദർശിച്ച് ആ പുണ്യവതിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക അനുഭവം നൽകിയതുപോലെ പരിശുദ്ധാമ്മ തൻ്റെ തീർത്ഥാടനം ഇന്ന് 30 ലക്ഷം വ്യക്തികളിലേക്ക്, 30 ലക്ഷം വ്യക്തികളിൽ ഏകദേശം 1 ലക്ഷം ഗ്രൂപ്പുകളിലേക്ക്, 121 രാജ്യങ്ങളിലേക്ക് അമ്മ തൻ്റെ സന്ദർശനം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിലും, കേരളത്തിലും, തമിഴ്നാട്ടിലും, കർണാടകയിലും, പഞ്ചാബിലുമെല്ലാം പല കുടുംബങ്ങളിലേക്ക്, പല സ്ഥാപനങ്ങളിലേക്ക് പരിശുദ്ധമ്മ തൻ്റെ സന്ദർശനം തുടങ്ങിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഷ്വേൻസ്റ്റാട്ട് കുടുംബാംഗങ്ങളെ, 75 വർഷം പൂർത്തിയാക്കുമ്പോൾ ഈ 2025 നമ്മുടെ ഷ്വേൻസ്റ്റാട്ട് കപ്പേളകൾ നമുക്ക് സന്ദർശിക്കാം. അതോടൊപ്പം തന്നെ ആ കപ്പേളയിൽ നിന്നും പ്രസാദപരനാഥയുടെ സന്ദർശനം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, അതുപോലെ കഷ്ടപ്പെടുന്ന മക്കളിൽ നമുക്ക് ഉറപ്പുവരുത്താം. പരിശുദ്ധമ്മയുടെ തീർത്ഥാടനം അമ്മ ആരംഭിക്കുന്നത് ഷ്വേൻസ്റ്റാട്ട് കപ്പേളയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് പരിചയമുള്ള, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഷ്വേൻസ്റ്റാട്ട് കപ്പേളയിലേക്ക് നമുക്ക് പോകാം. അവിടെ നിന്നും പരിശുദ്ധ അമ്മയുടെ സന്ദർശനം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഇടവകകളിൽ, രോഗികളായി കഴിയുന്ന വ്യക്തികളിലേക്ക്, ആശുപത്രികളിലേക്ക് ഈ വർഷത്തിൽ 75 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഉറപ്പുവരുത്താം. തീർത്ഥാടകയായ പരിശുദ്ധ കന്യകാമറിയം ഈ ജൂബിലി വർഷത്തിൽ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.